പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി കർത്താവേ സ്തോത്രം. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിതാ പരമ ദൈവകാരുണ്യത്തിൻ്റെ മുന്നിലാണ് ആയിരിക്കുന്നത്. സ്നേഹപിതാവായ ദൈവം തൻ്റെ തിരുക്കുമാരനെ നമുക്കേവർക്കും നൽകി നമ്മളെ അനുഗ്രഹിച്ചു. കർത്താവായ ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായിട്ട് നൽകുവാനുമായിട്ടാണ്. ഇതാ നമുക്ക് ജീവൻ നൽകുന്ന കർത്താവായ ഈശോയുടെ മുന്നിൽ ആയിരുന്നുകൊണ്ട് നമ്മൾ ഈശോയുടെ ജീവൻ പകർന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോകുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്ന് ഈശോനാഥൻ പറഞ്ഞു. ഇതാ ഈ അപ്പത്തിൻ്റെ മുന്നിൽ, മാലാഖമാരുടെ അപ്പത്തിൻ്റെ മുന്നിൽ, വിശുദ്ധരുടെ അപ്പത്തിൻ്റെ മുന്നിൽ, ഈ ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പത്തിൻ്റെ മുന്നിൽ നമ്മൾ ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, നമ്മോടൊപ്പം പരിശുദ്ധ അമ്മയുണ്ട്. ആദ്യ സക്രാരിയായ പരിശുദ്ധ അമ്മ ഇതാ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മോടൊപ്പമുണ്ട്. സകല മാലാഖമാര്, സകല വിശുദ്ധര് നമ്മോടൊപ്പമുണ്ട്. മിഖേൽ ദൈവദൂതൻ, അന്ധകാര ശക്തികളെ ആട്ടിപ്പായിക്കുന്ന വിശുദ്ധ മിഖേൽ ദൈവദൂതൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ കാവൽ മാലാഖ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധ നമ്മോടൊപ്പമുണ്ട്. അതോടൊപ്പം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമ്മോടൊപ്പമുണ്ട്. മുഴുവൻ മാനവരാശിയോടും കൂടെ നമ്മളിതാ ഇവിടെ നിൽക്കുന്നു. മുഴുവൻ പ്രപഞ്ചത്തോടും കൂടെ ഇതാ ഇവിടെ നിൽക്കുന്നു. കർത്താവായ ഈശോയുടെ ശക്തി എല്ലാവരിലേക്കും ഒഴുകട്ടെ. ഈ പ്രപഞ്ചം മുഴുവനും ഈശോയുടെ ശക്തിയാൽ നിറയട്ടെ. രക്ഷാകര ശക്തി, രക്ഷകനായ ഈശോ നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ജീവനിലേക്ക് കടത്തിക്കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിക്കേണ്ട 7-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡീകനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ
അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭഗനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി ദൈവമേ, സ്തോത്രം ദൈവമേ, സ്തോത്രം കർത്താവേ. ഇതാ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ അസന്തുലിതാവസ്ഥയിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഉത്തരം പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ഇതാ ഇന്ന് ഈ അൾത്താരയിൽ നമുക്കായിട്ട് എഴുന്നള്ളിയിരുന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും മോചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോ നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മളോട് തൻ്റെ സൗഖ്യം തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഓ ഈശോയെ, അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ ആന്തരിക മുറിവുകളുണ്ട്. ഞങ്ങൾക്ക് ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓ ഈശോയെ, ഞങ്ങൾ കുമ്പസാരിക്കുന്നു. കുമ്പസാരത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് മോചനം ലഭിക്കുന്നു. എന്നാൽ വീണ്ടും വീണ്ടും പാപത്തിൻ്റെ ബന്ധനത്തിലേക്ക് കടന്നു വരുന്നു. ചില മൂലപാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ മൂലപാപങ്ങളൊക്കെ ഞങ്ങളെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. ഓ ഈശോയെ, ഈ നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരയണമേ. ഞങ്ങളുടെ മൂലപാപങ്ങളിലേക്ക് കടന്നു വരയണമേ. ഞങ്ങളെ എല്ലാവിധമുള്ള ആന്തരിക മുറിവുകളിലേക്കും കടന്നു വരയണമേ. ഓ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സ്പർശിച്ച് അങ്ങയുടേതാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്നെന്നും അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഈ സമയത്ത് സ്തുതിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അധരങ്ങളിൽ സ്തുതിപ്പുകൾ ഉണ്ടാകട്ടെ. ഈ സ്തുതിപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാ നിറവ് കൊണ്ടുവരും. അതിനാൽ ഈ മുഴുവൻ ആരാധനയുടെ സമയത്തും നിങ്ങൾ സ്തുതിച്ചു കൊണ്ടിരിക്കുക. ഓ കർത്താവായ ഈശോയെ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. ഏത് നിമിഷം ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ സമയം മുതൽ ഓ ഈശോയെ, ഞങ്ങൾ ഈ ലോകത്തിലെ ജീവിതം ആരംഭിച്ചു. ഞങ്ങൾ ഈ ലോകത്തിലെ ജീവിതം ആരംഭിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഞങ്ങളുടെ മാതാപിതാക്കളുടെ പശ്ചാത്തലം. അവരിലുള്ള തിന്മകളുടെ സ്വാധീനങ്ങൾ, അവരുടെ ജീവിതത്തിലുള്ള ആന്തരിക മുറിവുകളുടെ സ്വാധീനങ്ങൾ, അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ള പൂർവികന്മാരുടെ കടങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെ പോകുന്നു. അവരെല്ലാവരെയും ഞങ്ങളിതാ ഭാവനയിൽ കാണുന്നു. ഓ ഈശോയെ, അങ്ങാണ് ഞങ്ങൾക്ക് ഇതാ മാതാപിതാക്കളെയും
അപ്പൂപ്പൻ അമ്മുമ്മ അങ്ങനെ പോകുന്ന ആ ജനറേഷനെ തന്നത്. അങ്ങയുടെ കൃപയിലാണ് അവരെല്ലാവരും വന്നിട്ടുള്ളത്. എന്നാൽ അവരുടെ ജീവിതത്തിലുള്ള തിന്മകളുടെ സ്വാധീനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈശോയെ, ഈ നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പൂർവികന്മാരുടെ കടങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാത്തിനെയും ഞാൻ ബന്ധിച്ച് അങ്ങയുടെ പാദാന്തികത്തിൽ ഇടുകയാണ്. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പൂർവികന്മാരുടെ കടങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാമെന്ന് ഞാൻ പറയുന്നു. ഈശോയെ, ആ പരിഹാരം പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നൊയമ്പിലൂടെയും ദാനധർമ്മത്തിലൂടെയും ആണ് നടക്കേണ്ടത്. ഈശോയെ, എന്നെ തന്നെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് സ്വീകരിക്കണമേ, എനിക്ക് ഉത്തേജനം തരണമേ. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, ഈ 3 കാര്യങ്ങളിൽ ആഴപ്പെടുവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിലുള്ള പല തിന്മകളുടെയും സ്വാധീനങ്ങൾ വിട്ടുപോകും. ഈശോയെ, അങ്ങനെ ഞാൻ അമ്മച്ചിയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഈശോയെ, ഏറെ ബാഹ്യമായിട്ടുള്ള സ്വാധീനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും 9 മാസക്കാലത്തെ മാനസിക അവസ്ഥകൾ. എൻ്റെ അപ്പച്ചൻ മദ്യപാനിയായിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ മദ്യപാനശീലം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ദേഷ്യ സ്വഭാവം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യ സ്വഭാവത്തിൻ്റെ സ്വാധീനങ്ങൾ എന്നിലേക്ക് കടന്നു വന്ന് എന്നെ അസ്വസ്ഥതയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ ഈശോയെ, എൻ്റെ അമ്മച്ചി ഉദരത്തിൽ കിടന്ന് വേദന അനുഭവിച്ചപ്പോൾ, ദുഃഖിച്ചപ്പോൾ, എൻ്റെ അമ്മച്ചിയുടെ ഉദരത്തിൽ ഞാൻ കിടന്ന് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഈ നിമിഷത്തിൽ എനിക്ക് മോചനം നൽകണമേ. അമ്മച്ചി എപ്പോഴെല്ലാം കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാനും ഉദരത്തിൽ കിടന്ന് കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ട്. ഈശോയെ, അതിനാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഞാൻ ദുഃഖിക്കുന്നതിലേക്ക് കടന്നു വരുന്നു, വേദനിക്കുന്നതിലേക്ക് കടന്നു വരുന്നു. ഈശോയെ, ഈ നിമിഷത്തിൽ എനിക്ക് മോചനം നൽകി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ദുഃഖങ്ങളും വേദനകളും എല്ലാം മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നത് അതെല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പച്ചന് കോപ സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കോപ സ്വഭാവം അമ്മച്ചിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. 2 പേരുടെയും കോപ സ്വഭാവം എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിനാൽ ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന വ്യക്തിയായി മാറുന്നു. മറ്റുള്ളവരോട് വളരെ പരുപരുത്ത ലാംഗ്വേജിലൂടെ ഞാൻ സംസാരിക്കുന്ന വ്യക്തിയായി മാറുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരയണമേ. എൻ്റെ ഈശോയെ, എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ജീവിതത്തിൽ തെറ്റായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ലൈംഗിക അപരാധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം എന്നീ തിന്മകളുടെ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈശോയെ, അതിൻ്റെ സ്വാധീനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ നിമിഷത്തിൽ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിലുള്ള ലൈംഗിക അപരാധങ്ങൾ ഞാൻ ഏറെ പരിശ്രമിച്ചിട്ടും മാറിപ്പോകുന്നില്ല. ഈശോയെ, എൻ്റെ അവസ്ഥ, എൻ്റെ ബലഹീനമായ അവസ്ഥ, ഈ അവസ്ഥയിലേക്ക് അങ്ങയുടെ തൃക്കരം നീട്ടി അങ്ങ് ആശീർവദിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് ആന്തരിക മുറിവുകളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കാരുണ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ്റെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികം ഇല്ലായ്മ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവായ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഏറെ ഉത്കണ്ഠകളുണ്ട്. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഏറെ നിരാശകളുണ്ട്. അതെല്ലാം അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഈ നിമിഷത്തിൽ തരുകയാണ്. അങ്ങ് എന്നെ രക്ഷിക്കുന്നവനാണ്, അങ്ങ് എന്നെ മോചിപ്പിക്കുന്നവനാണ് എന്ന് എനിക്കറിയാം. എൻ്റെ ഈശോയെ, ഈ നിമിഷത്തിൽ എനിക്ക് മോചനം നൽകി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ദൈവമേ,
അങ്ങയുടെ കൃപ നിറഞ്ഞുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ അമ്മച്ചി എന്നെ പ്രസവിക്കുന്ന സമയം വന്നപ്പോൾ അവിടെ അമ്മച്ചിയുടെ ഉത്കണ്ഠകളും ആകുലതകളും എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഓ ഈശോയെ, എൻ്റെ ഉത്കണ്ഠകളും ആകുലതകളും എല്ലാം മാറിപ്പോകട്ടെ ഈ നിമിഷത്തിൽ. ഓ ഈശോയെ, തിരുവചനം എന്നിലേക്ക് കടന്നു വരട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്നുള്ള തിരുവചനത്താൽ ഞാൻ നിറയട്ടെ. എപ്പോഴും അങ്ങയുടെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ഈശോയെ, എനിക്ക് കർത്താവിൻ്റെ കൃപകൾ ഏറെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ്. അപ്പച്ചൻ അമ്മച്ചിയെ ആഗ്രഹിച്ച കുഞ്ഞായിട്ട് ഞാൻ പിറന്നു എങ്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അപ്പൻ്റെയും അമ്മയുടെ ആഗ്രഹങ്ങൾ എന്നിൽ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ അങ്ങേക്ക് നന്ദി പറയുകയാണ്. എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ജീവിക്കുന്ന വ്യക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഈ നിമിഷത്തിൽ എൻ്റെ ശൈശവ കാലത്തെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ സ്തുതിക്കുകയാണ്. യേശുവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ കർത്താവായ ഈശോയെ, എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ ആവശ്യത്തിൽ മുലപ്പാൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി പറയുകയാണ്. അമ്മയുടെ പരിലാളനകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നന്ദി പറയുകയാണ്. ഓ ഈശോയെ, എൻ്റെ അപ്പച്ചൻ ഏറെ എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ, അമ്മച്ചിയെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നുണ്ടെങ്കിൽ ആ അപ്പച്ചൻ്റെ സ്നേഹം അമ്മച്ചിയിലേക്കും എന്നിലേക്കും സമൃദ്ധമായിട്ട് ഒഴുകിയിട്ടുണ്ട്. അതിനെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. അവിടെ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ അങ്ങേക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കും. അങ്ങയുടെ പിതാവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുക്കുവാനായിട്ട് സാധിക്കും. അങ്ങയുടെ പിതാവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് എനിക്ക് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് എനിക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്തിൽ ഞാൻ വളരട്ടെ. ഈശോയെ, അങ്ങയോടുള്ള ഭക്തിയിൽ ഞാൻ വളരട്ടെ. ഞാൻ വചനം വായിക്കുന്ന വ്യക്തിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം എനിക്ക് ആശ്വാസം തരും. വചനം എനിക്ക് മോചനം തരും. അങ്ങയുടെ വചനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ നന്മ നിറഞ്ഞ വ്യക്തിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, ശൈശവകാലത്ത് എന്നെ എടുത്തുകൊണ്ട് നടക്കുവാനും എന്നെ പരിലാളിക്കുവാനുമായിട്ട് എൻ്റെ സഹോദരങ്ങൾ, അയൽവാസികൾ, എൻ്റെ ആൻറ്റിമാർ, അങ്കിൾമാരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങേക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഈശോയെ, ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലേക്ക് പോയിക്കൊണ്ട് ഞാൻ ഓർക്കുന്നു, ആരെല്ലാം എന്നെ എടുത്തുകൊണ്ട് സ്നേഹത്തോടുകൂടെ എന്നെ ചുംബിച്ച് എനിക്ക് എന്നെ സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് എന്നെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനെയും ഞാൻ ഓർത്തുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഈശോയെ, അങ്ങനെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ബാല്യകാലത്തിലേക്ക് കടന്നു വരുന്നു. വളരെ കോമളത്വമുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തെ ഓർക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ എനിക്ക് കിട്ടേണ്ട സ്നേഹം ഒക്കെ കിട്ടാതെ ഞാൻ വളർന്നിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയെയും ഞാൻ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ മുറിവുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, അതിൻ്റെ സ്നേഹമില്ലായ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഓ ഈശോയെ, ആ മരണം എനിക്കൊരു വലിയ നഷ്ടമായിട്ട് ഭവിച്ചിട്ടുണ്ട്. ഈ നിമിഷത്തിൽ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മഹത്യ പ്രവണത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ നിമിഷത്തിൽ ഓ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ആത്മഹത്യ പ്രവണതയുണ്ടെങ്കിൽ മാറിപ്പോകട്ടെ എന്ന്, മാറിപ്പോകട്ടെ എന്ന്. ഓ ഈശോയെ, എന്നെന്നും അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
കർത്താവായ ഈശോയെ ഈ നിമിഷത്തിൽ അങ്ങ് കടന്നു വന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചു. പള്ളിക്കൂടത്തിലേക്ക്, നഴ്സറിയിലേക്ക്, പ്ലേ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിലേക്ക് ഞാൻ പോയ നിമിഷങ്ങളെ ഞാൻ ഓർക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ പോയിട്ടുള്ളതെങ്കിൽ അതിന് നന്ദി പറയുകയാണ്. ഓ ഈശോയെ, അങ്ങനെ എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുവാനായിട്ട് സാധിച്ചു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എൻ്റെ ഈശോയെ എനിക്ക് മുറിവുകൾ കടന്നു വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അധ്യാപകരെ ചിലപ്പോൾ എന്നെ സ്നേഹിച്ചിട്ടില്ലായിരിക്കാം, അധ്യാപകരെ എന്നെ ശിക്ഷിച്ചിട്ടുണ്ടായിരിക്കാം, അധ്യാപകർ എന്നെ ക്ലാസ്സിന് വെളിയിൽ നിർത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അധ്യാപകർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പനെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട്. ഓ ഈശോയെ, അതെല്ലാം വളരെ വേദനാജനകമായിരുന്നു. ഈ നിമിഷത്തിൽ ആ വേദനാജനകമായ സംഭവങ്ങളെ എല്ലാം അങ്ങ് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ സഹപാഠികളുമായിട്ട് വഴക്കിടുന്നതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, കലഹിക്കുന്നതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സ്വാധീനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നിമിഷത്തിൽ അങ്ങയുടെ കാരുണ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഞാൻ സ്നേഹം ആഗ്രഹിച്ചു മറ്റുള്ളവരിൽ നിന്ന്, എന്നാൽ എനിക്ക് സ്നേഹം കിട്ടുന്നില്ലായിരുന്നു. അതോടൊപ്പം ഞാൻ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നില്ലായിരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതുപോലെ ഞാൻ സ്നേഹിക്കുന്നില്ലായിരുന്നു. ഓ കർത്താവായ ഈശോയെ, അങ്ങ് രക്ഷകനാണെന്ന് എനിക്കറിയാം. ഈ നിമിഷത്തിൽ അങ്ങ് ഇതിൽ നിന്നൊക്കെ എന്നെ മോചിപ്പിക്കും എന്ന് എനിക്കറിയാം. ഓ ഈശോയെ, വിദ്യാഭ്യാസ കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉള്ള കഴിവുകളെ വളർത്തിയെടുക്കേണ്ട കാലഘട്ടം. എന്നാൽ എനിക്ക് കഴിവുകളെ വളർത്തിയെടുക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് നന്ദി പറയുകയാണ്, അങ്ങയെ സ്തുതിക്കുകയാണ്. എനിക്ക് പാട്ടുപാടാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പാടുന്ന വ്യക്തിയായി മാറി. ഡാൻസ് കളിക്കുവാൻ സാധ്യമായിരുന്നെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യുന്ന വ്യക്തിയായി മാറി. ഞാൻ അഭിനയിക്കുന്നതിൽ മുന്നോട്ട് കടന്നു വന്നു, ഞാൻ പ്രസംഗിക്കുന്നതിൽ മുന്നോട്ട് കടന്നു വന്നു. അങ്ങനെ ഞാൻ പല വിധത്തിലുള്ള കഴിവുകൾ ആർജിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയതിനെ ഓർത്തുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഈ കാലയളവിൽ ഞാൻ എൻ്റെ ആദ്യ കുർബാനയ്ക്കുള്ള പാട് നടത്തിയപ്പോൾ എൻ്റെ ഈശോയെ, ആ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. ഓ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് കടന്നു വന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങ് കടന്നു വന്ന ദിവസത്തെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. എന്നാൽ ആ ബന്ധം എനിക്ക് നിലനിർത്തുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാൻ യുവത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ പതുക്കെ അങ്ങയിൽ നിന്ന് അകന്നുപോയി. പതുക്കെ ഞാൻ മദ്യപാനത്തിലേക്ക്, പുകവലിയിലേക്ക്, ദുശ്ശീലങ്ങളിലേക്ക് കടന്നു വന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതം താറുമാറായി. അതോടൊപ്പം എനിക്കൊരു ജോലി കിട്ടാത്ത അവസ്ഥ. ഈ ജോലി കിട്ടാത്ത അവസ്ഥയിൽ എനിക്കേറെ ദുഃഖിക്കേണ്ടതായിട്ട് വന്നു, അസ്വസ്ഥപ്പെടേണ്ടതായിട്ട് വന്നു. അനേകർ ചോദിക്കുന്നു, നിനക്കൊരു ജോലിയില്ലല്ലോ. ഇതെല്ലാം നിരാശയിലേക്ക് കടന്നു വന്നു. ഓ ഈശോയെ, എൻ്റെ നിരാശകളെല്ലാം അങ്ങ് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് എൻ്റെ ഈശോയെ ഞാൻ വിവാഹ ആലോചന എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പല പെണ്ണ് കാണലുകളും ചെറുക്കൻ കാണലുകളും നടന്നു. ആ ജീവിത പങ്കാളി അങ്ങയുടെ തൃക്കരങ്ങളിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. എന്നാൽ പലപ്പോഴും ആ ജീവിത പങ്കാളിയെ എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചിട്ടില്ല. കർത്താവേ, ഈ നിമിഷത്തിൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അങ്ങയുടെ കാരുണ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അങ്ങയുടെ സ്നേഹത്താൽ ഞാൻ നിറയട്ടെ. എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് സ്നേഹത്തിൽ, ഐക്യത്തിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപാവരം ഈ നിമിഷത്തിൽ അങ്ങ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. എൻ്റെ മക്കളെ സ്നേഹത്തിൽ പരിപാലിച്ച് കൊണ്ടുവരുവാനായിട്ടുള്ള കൃപ അങ്ങ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങനെ ഞാൻ പ്രായാധിക്യത്തിലേക്ക് കടന്നു വന്നു. ഈ സമയത്ത് ഞാൻ പ്രായാധിക്യമുള്ള അവസ്ഥയാണെങ്കിൽ ആ അവസ്ഥയെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് എന്നെ അനുഗ്രഹിക്കും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഓ ഈശോയെ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ഓ ഈശോയെ, അങ്ങേക്ക് ആരാധന ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തെ ധന്യമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ ഒരു വൈദികൻ, ഒരു കന്യാസ്ത്രീ ഉണ്ടെങ്കിൽ അതിന് നന്ദി പറയുകയാണ്.
ആരെങ്കിലും ദൈവ വിളിക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയുകയാണ്. സഭയെ അങ്ങ് അനുഗ്രഹിക്കണമേ. സഭ ഏൽക്കുന്ന എല്ലാ വിമർശനങ്ങൾക്കും ഉത്തരം നൽകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ വിമർശിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ ഈശോയെ, എന്നെന്നും അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും ഞാനിതാ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെയുള്ള ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ, ഏതെങ്കിലും വേദനകളുണ്ടെങ്കിൽ, അതിനെല്ലാത്തിനെയും ഞാൻ ബന്ധിച്ച് അങ്ങയുടെ പാദാന്തികത്തിൽ ഇടുന്നു. ഓ ഈശോയെ, ഈ മക്കളുടെ അസ്ഥികളെ ബലപ്പെടുത്തണമേ. ഈ മക്കളുടെ കോശങ്ങളെ വികസിപ്പിക്കണമേ. ഞരമ്പുകളെ വികസിപ്പിക്കണമേ. രക്തവാഹിനികളെ വികസിപ്പിക്കണമേ. അങ്ങയുടെ കാരുണ്യം ഇവരിലേക്ക് എല്ലാവരിലേക്കും ഒഴുകട്ടെ. നല്ല ആരോഗ്യം ഈ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക ആരോഗ്യം ഈ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ആരോഗ്യം ഈ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഈ ആരാധനയിൽ പങ്കെടുത്തവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, എന്നെന്നും അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങ് ആശീർവദിച്ചനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, ഇതാ ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ജോയ്ച്ചൻ ബ്രദറിനെയും ഉമ്മച്ചൻ ബ്രദറിനെയും സാലി ബ്രദറിനെയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഞാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, ഇനിയും ഇവർക്ക് ഏറെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദ സ്വീകരണത്തിലേക്ക് കടന്നു വരിക. യേശുവേ സ്തോത്രം എന്ന് പറയുക.